കൊല്ലം കുണ്ടറയിലെ തീതുപ്പിയ കാറിന്റെ ഉടമ ഹാജരായി. വാഹന ഉടമ കൊല്ലം പള്ളിക്കൽ സ്വദേശി മുഹമ്മദ് ഇർഫാൻ എൻഫോഴ്സ്മെന്റ് RTOയ്ക്ക് മുന്നിലാണ് ഹാജരായത്. ഇയാളുടെ ലൈസൻസ് 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തു. വണ്ടിയുടെ RC 2 വർഷത്തേക്ക് റദ്ദാക്കിയും ഉടമയ്ക്ക് 40,500 രൂപ പിഴയും ചുമത്തിയിട്ടുണ്ട്. രാഹുൽ ജി നാഥ് വിവരങ്ങളുമായിട്ടുണ്ട്. രാഹുൽ, 2 ദിവസം മുമ്പാണ് ഈ ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നത്. MVD അപ്പോൾ തന്നെ ആളെ തപ്പി തുടങ്ങിയിരുന്നു. എങ്ങനെ കിട്ടി, എന്തൊക്കെയാണ് നടപടികൾ? എന്തായാലും ഈ വണ്ടി പോയ സഞ്ചാര ദിശ നോക്കിയാണ് ഈ വാഹനം ഏതാണ് തിരിച്ചറിഞ്ഞത്. ഒപ്പം ഇൻസ്റ്റാഗ്രാമും സഹായമായി നാം ഇന്നലെ MVD ഉദ്യോഗസ്ഥർ നമ്മൾ പ്രതികരിച്ചത്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ കാറിന്റെ നമ്പർ പ്ലേറ്റ് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ തിരിച്ചറിയാനുള്ള മാർഗങ്ങളില്ലാതെ ആദ്യഘട്ടത്തിൽ MVD ആകെ കുഴിയുകയായിരുന്നു. പിന്നീടാണ് ഇത്തരത്തിൽ അവർക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ ഈ ഉടമയിലേക്ക് എത്താൻ കഴിഞ്ഞത്. അങ്ങനെയാണ് ഈ പള്ളിക്കൽ സ്വദേശി മുഹമ്മദ് ഇർഫാനെ MVD ഉദ്യോഗസ്ഥർ വിളിക്കുന്ന ഘട്ടത്തിൽ അബദ്ധം പറ്റിയതാണ് എന്ന് കുറ്റസമ്മതം നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് വാഹനം കൊല്ലം മുഖത്തലയിലെ വർക്ക്ഷോപ്പിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത്. ആ ഘട്ടത്തിൽ ഈ മോഡിഫിക്കേഷൻ ചെയ്ത എല്ലാ ഭാഗങ്ങളും ഇളക്കി മാറ്റിയ നിലയിലായിരുന്നു വാഹനം ഉണ്ടായിരുന്നത്. രക്ഷപ്പെടാനുള്ള അവസാന ശ്രമവും ഈ പ്രതിയുടെ പരാജയപ്പെട്ടിരുന്നു. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്കുള്ളിൽ ഹാജരാകണമെന്ന് മുഹമ്മദ് ഇർഫാനോട് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു. അതിന് പ്രകാരമാണ് ഇപ്പോൾ എന്തായാലും വൈകുന്നേരത്തോടുകൂടി അവരെ ഹാജരായ ശേഷം വലിയ നടപടിയാണ് അവരുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്. ദിലീപ് സൂചിപ്പിച്ച പോലെ 40,500 രൂപയാണ് പിഴയായി ചുമത്തിയിട്ടുള്ളത്. അതുകൂടാതെ വണ്ടിയുടെ രജിസ്ട്രേഷൻ 2 വർഷത്തേക്ക് റദ്ദാക്കിയിട്ടുണ്ട്. ലൈസൻസും 1 വർഷത്തേക്ക് റദ്ദാക്കി. 24-കാരനാണ് ഇത്തരത്തിൽ മാസങ്ങളായി മോഡിഫിക്കേഷൻ ചെയ്ത് ഏറ്റവും ഒടുവിലാണ് ഇത്തരത്തിൽ തീ പുറത്തേക്ക് വരുന്ന തരത്തിലൊക്കെ മോഡിഫിക്കേഷൻ ചെയ്യുന്നത്. നിരത്തുകളിൽ വിലസുകയായിരുന്നു. അത് മാത്രമല്ല, ഈ വാഹനം ഉപയോഗിച്ച് കല്യാണ സൽക്കാരങ്ങളിലും ഒപ്പം മറ്റ് കോളേജുകളിലും കൊണ്ടുപോയി വരുമാനവും നേടുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങുമ്പോഴാണ് ഈ ദൃശ്യങ്ങൾ വിവാദമാകുന്നത്. എന്തായാലും നടപടി ഉണ്ടാകും. ഇനി ആ വാഹനത്തിന് നിരത്തിലിറങ്ങാനാകില്ല. ഈ മുഹമ്മദ് ഇർഫാൻ എന്ന ആൾക്ക് ഇനി 1 വർഷത്തേക്ക് വാഹനം ഓടിക്കാനും കഴിയാത്ത രീതിയിലേക്കുള്ള നടപടിയാണ് ഉണ്ടായിരുന്നത്. ശരി, രാഹുൽ ജി നാഥാണ് വിവരങ്ങൾ നൽകിയത്.